ചക്കാട്ടമ്മേ, ചക്കാട്ടമ്മേ. ഓ, എന്ത് പറ്റി സുശീല? ആ കുര്യച്ചന്റെ ആൾക്കാർ തല്ലി ചതച്ചതാ. അയ്യോ, എന്റെ ഗോപ, എന്റെ ഭഗവതി. അയ്യോ, ഓ, നെല്ലും പതിരും തിരിക്കണ പോലത്തെ അടിയായി പോയി. ആ കുര്യച്ചനെ വെറുതെ വിടരുത്. എന്നാ കാര്യത്തിനാ? ഇവന് തോന്നിയാസത്തിന് പോയി കൊണ്ടതല്ലേ? അവളുടെ വാക്കും കേട്ടിച്ച് നമ്മളെ പറഞ്ഞു വിട്ടപ്പോഴും വിചാരിച്ചതാ കൊട്ടക്കണക്കിന് വാങ്ങിച്ചുകൊണ്ടിരുന്ന പോക്കായിരിക്കും. മേടിച്ചോണ്ട് വന്നിട്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ചുമന്നോണ്ട് വരാൻ കുറെ ആൾക്കാരും ഇറങ്ങി പോടാ. വാടാ. മോനെ, നിനക്കൊന്നും വയ്യെങ്കിൽ വേണ്ടടാ. പക്ഷെ ഞങ്ങൾക്കിതൊന്നും കണ്ടോണ്ടിരിക്കാൻ വയ്യ. ഇന്ന് രാത്രി കുര്യച്ചനെ ഞങ്ങൾ തല്ലിയിരിക്കും. അതെ, ഗോപനെ തൊട്ടാ ചോദിക്കാനും പറയാനും ആളുണ്ടത് അവൻ ഇന്നറിയും. ചെല്ലടാ, നീയൊക്കെ പോയ ഉണ്ടാക്ക്. എടാ ഗോപ, ഇന്ന് രാത്രി കൊണ്ട് നീ ഒരു തീരുമാനം എടുക്കണം. കണ്ണീ ചൊരയില്ലാത്ത ഇവന്മാർക്ക് വേണ്ടി ജീവിക്കണോ അതോ നിനക്ക് വേണ്ടി ജീവിക്കണോന്ന്. വന്നേക്കുന്നു. അവന് വിടാനോ പറഞ്ഞു? എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാതെ ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? ഇന്ന് എന്നെ കയ്യിൽ കാശ് കിട്ടിയപ്പോ നിങ്ങൾക്ക് എളുപ്പം ഷാപ്പിലെത്തണം. അതിനുവേണ്ടിയില്ല അവളോട് മോശമായിട്ട് പെരുമാറിയത്. എന്നിട്ട് നിന്ന് ന്യായം പറയുന്നു. നിങ്ങൾക്ക് വേണ്ടത് ഒരു അനിയനെയല്ല, കൈ നീട്ടുമ്പോ കാശ് തരാനും അല്ലാത്തപ്പോ കട്ടുകൊണ്ട് പോകാനും കൈയും കഴുകി വന്നിരിക്കുമ്പോ ഭക്ഷണം തരാനും ഒരാള്. കൂടപ്പിറപ്പുകൾക്കില്ലാത്ത ചൂടൊന്നും നാട്ടുകാർക്ക് ആർക്കും വേണ്ട. സുശീലിനും ചന്ദ്രനും ചെല്ല്. കുര്യച്ചനുമായിട്ടുള്ള കണക്ക് ഞാൻ തന്നെ തീർത്തോളാം. ചേട്ടന്മാര് തല്ലുകൊണ്ട് ചാവാനാണ് അവന്റെ വിധി. എന്താ വേണ്ടേ? നീ അടിച്ചിടോ ചക്കക്കൂട്ടം ശരിക്കൊന്ന് ചവിട്ടിക്കുട്ടിയ പിന്നെ പെറുക്കിയെടുക്കുന്നതിന്റെ ചുള പോലും കാണത്തില്ല. കേട്ടോടാ. മുതലാളി, മുതലാളി എന്തെങ്കിലും പറ്റിയോ മുതലാളി? ഇതുവരെ എവിടെ ആയിരുന്നു? ഞങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ചക്കാട്ടമ്മോ, ഓ, ഗോപനിപ്പോ എഴുന്നേറ്റ് നടക്കാവോ അതോ ആരെങ്കിലും പിടിച്ച് നടത്തിക്കണോ? ഇങ്ങനെ അവൻ എഴുന്നേറ്റില്ല. ഞാൻ വിളിക്കാം. ഗോപാ, ഗോപാ, നിന്നെ കാണാൻ തന്നെ കപ്പേരിയേട്ടൻ വന്നിരിക്കുന്നു. ആ ചൂലിങ്ങിതാ, ഞാൻ അടിക്കാം. ചക്കാട്ടം അവിടെങ്ങാനും പോയിരുന്നു. ഒരു സഹായത്തിനൊരു പെൺകുഞ്ഞിനെ ദൈവം എനിക്ക് തന്നില്ല. കാണ്ടിരിക്കുന്നു. വീട്ടിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഇല്ല. എന്താ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം? അതും ഇല്ല. ഷാപ്പിന് പ്രയോജനമുണ്ട്. ഗോപനെ കാണാമെന്ന കണ്ടേച്ച് പോണം. കേട്ടല പോട്ടെ വിജയ, ഒരു കളിത്തമാശ പറഞ്ഞതല്ലേ. തമാശ. മോനെ പതുക്കെ, അമ്മ പിടിക്കാം. അവിടെ ഇരിക്കും. എത്ര എണ്ണം കിട്ടി? എണ്ണി നോക്കാൻ പറ്റിയില്ല, രാത്രിയായി പോയില്ലേ. അതില് വിഷമിക്കണ്ട. എണ്ണാൻ പറ്റുന്ന പരുവത്തില് പകൽ ഒരുപാട് അങ്ങ് കൊള്ളിക്കുന്നുണ്ടല്ലേ. അല്ല, മണീൻ എങ്ങോട്ട് പോയി ചക്കട്ടമ്മേ? അയ്യോ, അത് പറയാൻ മറന്നുപോയി. അവനെ മാമച്ചനെയും കൂട്ടി ഒരു പെണ്ണ് കാണാൻ പോയിരിക്കുക. ഓ, അപ്പൊ ഉടനെ താമസം മാറിയില്ലെങ്കിൽ ഒരു പെണ്ണിന്റെ മരണം കൂടി കാണേണ്ടി വരും. അയ്യോ, തല്ലല്ലേ വിജയ, അങ്ങനെ ഒരു കളിത്തമാശ പറഞ്ഞതല്ലേ. അല്ലല്ലോ, ഇയാളെ ഞാൻ തല്ലത്തില്ല.
അത്താണിക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഓ പിന്നെ മിണ്ടൂരിയടാ. അമ്മച്ചിയെ തല്ല് വാങ്ങിക്കൂട്ടാണ്ട് അപ്പനെയും കൊണ്ട് പൊക്കോ, ഞാൻ വന്നേക്കാം. വാ മനുഷ്യ പറയട്ടെ, വന്നേ വന്നേ മനുഷ്യ, വാ വാ ഇങ്ങോട്ട്. ഈ മനുഷ്യൻ തല്ലി ചോദിച്ചു മേടിക്കും. എടി ചോദിച്ചാമോ, അവൻ പെണ്ണ് കാണാൻ പോയത് നന്നായി. അതെന്താ നോക്കൊരു മനമാറ്റം? എടി അവനൊരു വെടിമരുന്നാ. കെട്ടാൻ പോകുന്ന ഒരു തീക്കൊള്ളി കൂടിയാണെങ്കിൽ അതോടെ ഒരു ചക്ക വീഴും. ഒന്റെ കർത്താവേ, ഒന്ന് വീഴ്ചേക്കണേ. ചക്കമണിയൻ എന്ന് പറഞ്ഞാൽ വെറും ചക്കയല്ല, നല്ല ഒന്നാം തരം വരിക്ക ചക്കയാ ജലജേ. ഗൾഫിലാ? അല്ല അത് പിന്നെ എന്തിന് ഗൾഫിൽ പോണം? കണ്ണെത്താ ദൂരത്തോളം വേമ്പനാട്ടുകായൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ. വേമ്പനാട്ട് കായലോ? എന്റെ അമ്മാവ, ഈ കുട്ടനാട്ടിൽ വേലയെടുത്ത് ജീവിക്കാൻ ചങ്കുറപ്പുള്ള ഒരാണിന് വേമ്പനാട്ട് കായൽ മതി. അതിനകത്തുണ്ടല്ലോ ജീവിക്കാനുള്ള വക. പിന്നെ എന്തിന് ഗൾഫിൽ പോണം? ആ പറഞ്ഞത് ശരിയാ. ആണോ? അവൾ അച്ഛനും അമ്മയും മരിച്ച പിന്നെ പഠിത്തം അങ്ങ് നിർത്തി. ആലപ്പുഴയില് ബാസു ഡോക്ടർ വീട്ടിലെ കുശിനിയായിരുന്നു 6-7 കൊല്ലം. അത് കഴിഞ്ഞ അറബിയുടെ വീട്ടിൽ കുശിനിക്ക് മാമച്ചൻ വിട്ടത്. അതെ. അതും അടുത്ത് അവളിങ്ങ് പോന്നു. ശരിക്കും മാമച്ചനെ കല്യാണ ആലോചനയ്ക്ക് വിളിച്ചതല്ല അവള്, ഒരു പണി കിട്ടുമെന്ന് അറിയാൻ വിളിച്ചതാ. രണ്ടുപേർക്കും ഒരു പണിയായിക്കോട്ടെ എന്ന് ഞാനങ്ങ് കരുതി. ജലജയ്ക്ക് മണിയനെ ഇഷ്ടായോ? എന്നാ പിന്നെ ഇവർ രണ്ടുപേരും അകത്ത് പോയി ഭാവി കാര്യങ്ങൾ സംസാരിക്കട്ടെ, നമുക്ക് പുറത്തിരിക്കാം. അയ്യോ അതിനെന്താ, നിന്റെ സോളാർ പാനലൊന്നും ഇവിടെ വെക്കരുത്. എന്നെ ശരിക്കും ഇഷ്ടായോ? ഇഷ്ടായി, ശരിക്കും ഇഷ്ടായി. എനിക്കും ഇഷ്ടായി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഒരു ഉമ്മ വരൂ. എന്താ മോളെ? മാമച്ചാ, തനിങ്ങ് വന്നേ. പറഞ്ഞിട്ട് പോടൂ. വലിക്കല്ലേ, അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാ. അകത്തെന്തായിരുന്നു? എടാ നാളെ അത്രയ്ക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിലേ പോയി വല്ല മുള്ളുമുറിക്കലും കാരണം. ഇവൻ പറഞ്ഞ പോലെ എന്റെ സ്വഭാവം ചവിട്ടി കൂട്ടി ഞാൻ. മതി, അതിനേക്കാൾ മോശമായി ഇയാള്. ഞാൻ കല്യാണം കഴിക്കാത്തോണ്ട് ചോദിക്കുക, എന്തായിരുന്നു അകത്ത്? അവനെ ഉമ്മ വേണമെന്ന്. ഇവൻ ഇത്ര ധൃതി പിടിച്ചിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പേടിക്കണ്ട, പരിഹാരം ഉണ്ടാക്കാം. എന്തിനും ഏതിനും മാമച്ചൻ. ജലജെ, എന്റെ ഫോൺ നമ്പർ മറക്കണ്ട. 223366. പാത്രങ്ങളിൽ അലുമിനിയം ചിമ്മേ പിത്തള ഓടി പഴയ